ഉമ്മൻചാണ്ടി തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിൽ കൊടുത്ത മൊഴി അനുസരിച്ച് അദ്ദേഹത്തെ പിന്നീട് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുവാൻ ആലോചന ഉണ്ടായെങ്കിലും മറ്റു പല ഡെവലപ്മെൻറ്റ്സ് മൂലം നടക്കാതെ പോയി. ഇത് ഉമ്മൻചാണ്ടിയെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ വീഴ്ച കൊണ്ടല്ല ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായതുകൊണ്ടാണ്. സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ പറ്റി പരാമർശിക്കാനുള്ള ഏക കാരണം ഈ കൂട്ടിച്ചേർത്ത 4 പേജിലെ പരാമർശങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത് 4 പേജ് വർദ്ധിച്ചത്? അതിൻ്റെ പിന്നിൽ വളരെ കുറ്റകരമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. എന്താണ് നടന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതൊരു പരസ്യമായ രഹസ്യമാണ്. ആ കേസിലെ 1-ാം പ്രതി സരിത എസ് നായരും 2-ാം പ്രതി മന്ത്രി ഗണേഷ് കുമാറുമാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും പറയാറുള്ളത് പോലെ സത്യം മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടിയേക്കാൾ സംശുദ്ധനാണെന്നും ജനസാമാന്യ സ്വീകാരനാണെന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ ഈ അവസരത്തിൽ വിവാദങ്ങളെ വലിച്ചഴിക്കാൻ പാടില്ലായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. മടി പൊതിയുള്ള വഴി പേടിച്ചാൽ മതി. മന്ത്രി ഗണേഷ് കുമാർ ഓലപ്പാമ്പ് കാണിച്ച് ആരെയും പേടിപ്പിക്കാൻ നോക്കണ്ട. കേരളത്തിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി ആരാണെന്നറിയാം, ഗണേഷ് കുമാർ ആരാണെന്നും അറിയാം. വിവാദമായ പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഒരാക്ഷേപം ഉമ്മൻചാണ്ടി വാക്ക് പാലിച്ചില്ല. 2013 ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ രാജിവെക്കുന്നത്, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും. അതിന് കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. ഞാൻ വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം മന്ത്രിസഭയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ രാജിവെക്കാൻ UDF ആവശ്യപ്പെടാനുള്ള കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേസുകളായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. ഉമ്മൻചാണ്ടി തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര കോടതിയിൽ കൊടുത്ത മൊഴി അനുസരിച്ച് അദ്ദേഹത്തെ പിന്നീട് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുവാൻ ആലോചന ഉണ്ടായെങ്കിലും മറ്റു പല ഡെവലപ്മെൻറ്റ്സ് മൂലം നടക്കാതെ പോയി. ഇത് ഉമ്മൻചാണ്ടിയെ പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ വീഴ്ച കൊണ്ടല്ല ഉൾപ്പെടുത്താൻ കഴിയാതെ പോയത്, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടായതുകൊണ്ടാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് സോളാർ കേസാണ്. വിവാദമായ സോളാർ കമ്മീഷൻ്റെ വെളിപ്പെടുത്തൽ, ഉമ്മൻചാണ്ടിക്കെതിരെ ചില പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങൾ പിന്നീട് കോടതി നീക്കം ചെയ്തു. ഇപ്പോൾ പരാമർശങ്ങളില്ല. ആ പരാമർശങ്ങൾക്ക് ആധാരമായ കാരണമെന്ന് പറഞ്ഞാൽ സരിതയുടെ ഒരു കത്താണ്. ജയിലിൽ വെച്ച് സരിത എഴുതി തയ്യാറാക്കി ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് കൊടുത്ത കത്ത് 21 പേജാണ്. സോളാർ കമ്മീഷനിൽ ഹാജരാക്കിയ കത്ത് 25 പേജാണ്. പിന്നീട് 4 പേജ് കൂടി ആ കത്തിൽ കൂട്ടിച്ചേർത്തു. ഈ 4 പേജിലാണ് ഉമ്മൻചാണ്ടിക്കെതിരായും മറ്റ് ചിലർക്കെതിരായും ചില പരാമർശങ്ങൾ ഉണ്ടായത്. സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ പറ്റി പരാമർശിക്കാനുള്ള ഏക കാരണം ഈ കൂട്ടിച്ചേർത്ത 4 പേജിലെ പരാമർശങ്ങളാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ കത്ത് 4 പേജ് വർദ്ധിച്ചത്? അതിൻ്റെ പിന്നിൽ വളരെ കുറ്റകരമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. എന്താണ് നടന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതൊരു പരസ്യമായ രഹസ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊട്ടാരക്കര കോടതിയുടെ വിചാരണകളായിരുന്നു. ആ കാര്യങ്ങൾ കടന്നു പോകുന്നില്ല. പക്ഷേ ആ കത്ത് എങ്ങനെ
4 പേജ് കൂട്ടിച്ചേർത്ത് ആലോചിച്ച് വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൊഴി കൊട്ടാരക്കര കോടതി തന്നെയുണ്ട്. ഏതായാലും ആ കത്തിൻ്റെ പിന്നിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, ഗൂഢാലോചനയുണ്ട്. ആ കേസിലെ 1-ാം പ്രതി സരിത എസ് നായരും 2-ാം പ്രതി മന്ത്രി ഗണേഷ് കുമാറുമാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഉമ്മൻചാണ്ടി എപ്പോഴും പറയാറുള്ളത് പോലെ സത്യം മൂടി വെക്കാൻ ആർക്കും സാധിക്കില്ല. കാർമേഘ പടലങ്ങൾ എത്രയെല്ലാം മൂടി വെച്ചാലും സത്യം പുറത്തു വരും. മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടിയേക്കാൾ സംശുദ്ധനാണെന്നും ജനസാമാന്യ സ്വീകാരനാണെന്നും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെ ഈ അവസരത്തിൽ വിവാദങ്ങളെ വലിച്ചഴിക്കാൻ പാടില്ലായിരുന്നു. അത് വളരെ നിർഭാഗ്യകരമായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സമയത്ത് ഇങ്ങനെ ചർച്ചയാക്കുന്നത് ശരിയാണോ? അത് എന്തിനു വേണ്ടിയുള്ള ഒരു ഇതാണ്? ചാണ്ടിയുമ്മൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടുകൂടിയാണ് ഗണേഷ് കുമാറും ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നത്. അതെ, അല്ല, തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിലും എന്ത് സമയം അതിൻ്റെ മുന്നിലല്ല ഇത് വന്നേക്കുന്നത്. അതുമായി ബന്ധമൊന്നുമില്ല. ഇപ്പം വിവാദങ്ങളൊത്തിരി ഉണ്ടാകുന്നുണ്ടല്ലോ. പക്ഷെ ഗണേഷ് കുമാറിനെ പോലെ ഒരു ആള് ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ഗൗരവത്തിൽ സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ധ്വനി ഒട്ടും ശരിയല്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ എന്തൊക്കെ വിളിച്ചു പറയും. ഉമ്മൻചാണ്ടിയുടെ പൊതുജീവിതം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. മടി പൊതിയുള്ള വഴി പേടിച്ചാൽ മതി, വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വിവാദത്തിന് തുടക്കമിട്ടത് ചാണ്ടിയുമ്മനല്ല, ചാണ്ടിയുമ്മന്റെ പരാമർശങ്ങൾക്ക് മറുപടിയല്ലേ ഗണേഷ് കുമാർ വന്ന്? ഈ ചാണ്ടിയുമ്മനും ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതേപ്പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഏതായാലും പരാമർശമുണ്ടായി. പക്ഷേ പരാമർശത്തിൻ്റെ മറുപടി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ പറഞ്ഞത്. ആ മറുപടിയിലെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വസ്തുനിഷ്ഠമായിരിക്കണം. മറുപടി പറയാനുണ്ടായ കാരണം ചാണ്ടിയുമ്മനല്ലേ തുടക്കം കുറിച്ചത്. ഇപ്പൊ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തതല്ലേ? അതുമായി ബന്ധപ്പെട്ട കേസും കോടതിയിലുണ്ട്. ആ കേസിൽ ആധാരമായ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ക്രിമിനൽ കോൺസ്പിറസി എങ്ങനെയാണ് 4 പേജ് വർദ്ധിച്ചത്, അത് പിന്നിൽ ആരൊക്കെയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം, ജനസമൂഹത്തിനറിയാം. സത്യം ഒരിക്കൽ പുറത്തു വരും.